ഇത് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ ആൾക്കാരും നമ്മുടെ മാർക്കറ്റിലുള്ള ആഷ് ഓയിൽ പോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ സ്കാൽപ്പ് ഓയിൽ ചെയ്യുന്നതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഇല്ല, പക്ഷെ അത് ഇപ്പോൾ താരന്റെ ഫോർമേഷൻ കൂട്ടാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്നാ പറയുന്നത് ഫ്ലേക്സ് ഉണ്ടാക്കാനൊക്കെ കൂടുതൽ കുഴപ്പമുണ്ടാകുന്നത് ഈ സാധനത്തിന്റെ ഓയിലി കണ്ടന്റ് കൂടുന്നതാണ്. അതേസമയം ഈ ആന്റി ഡാൻഡ്രഫ് ഓയിലുകളുണ്ട്, അത് വെച്ച് തന്നെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനെപ്പറ്റി എന്തൊരു തീർച്ചയായും ഈ സാധാരണ ഈ ഡാൻഡ്രഫിന് ഓയിൽ യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ സിബം കൂടുതലായിട്ട് തലയിലുണ്ടായിരുന്നു, ഗ്ലോബോസ മലേസസ് ഇത് മറ്റേ ഇതിൻ്റെ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ലെന്നൊക്കെ. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ, ഇത് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ ആൾക്കാരും നമ്മുടെ മാർക്കറ്റിലുള്ള ആഷ് ഓയിൽ പോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ട് ഓയിൽ യൂസ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. ഈവൻ ഡാൻഡ്രഫ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും ഓയിൽ യൂസ് ചെയ്തത് മാറുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് റിസൾട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പം അതിനകത്ത് ശരീരപ്രകൃതിയും കൂടെ ആവാം. കാരണം അവർക്ക് ഇത്രയും ഒരു ഫ്ലക്ച്വേഷൻ ഇവർ ചെയ്താൽ കൂടുമെന്ന് പറയുന്ന ആൾക്കാർക്കും അത് ചെയ്തിട്ട് നമുക്ക് കുറഞ്ഞു കാണുന്നു. കുഴപ്പമില്ല, അത് യൂസ് ചെയ്യാവുന്നതാണ്.